സോ യെസ്, ദൃശ്യം 3 കണ്ടു. ഡിഫറെന്റ് ഫ്രം ദൃശ്യം 1 and 2. ഇറ്റ് റിയലി വർക്ക് ഫോർ മീ. പടം കൊള്ളാം. പോലീസുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി അത്ര ചെറുതല്ലെന്ന് പറയുമ്പോഴും ജോർജ് കുട്ടിയുടെ ഫാമിലിയുടെ ഇത്രയും വർഷത്തെ ഒരു ജേർണി, അവർക്കുള്ളിലുള്ള ഭയം, ധൈര്യം, ഇതെല്ലാം കാണിച്ച് ഒരു പീക്ക് ഇന്റർവെൽ പോയിന്റിൽ നിർത്തി ഈ മൂവിക്ക് വേണ്ട ഒരു എൻഡിങ് കൊടുത്തു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ജീതു ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു മൂവി അല്ല ഇതിന്റെ തേർഡ് പാർട്ട്. നിങ്ങളിപ്പോൾ സ്പോയിലർ നോക്കുവാണെങ്കിൽ പോലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് സ്പോട്ട് ചെയ്ത് സ്പോയിലേഴ്സ് പറയാൻ പറ്റില്ല. പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോറി തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ഇവന്റ്സ് സംഭവിക്കുമ്പോൾ ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടറിന്റെ റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെയാണ് ഈ സിനിമയിലെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ആൻഡ് ഐ വാസ് ഓൾവേസ് ഹാപ്പി ടു സീ ലാലേട്ടൻ ആസ് ജോർജ് കുട്ടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു എനിക്ക്. ആൻഡ് ഞാൻ സ്പോയിലേഴ്സ് ഇല്ലെന്ന് പറയുമ്പോഴും കുറച്ച് സർപ്രൈസിംഗ് എലമെന്റ്സ് ഒക്കെ ഈ മൂവിയിലുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ല. ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്തത് തേർഡ് പാർട്ടിൽ കൂടുതലും ഒരു ക്യാരക്ടർ ജേണിയാണ്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഓരോരുത്തരുടെയും, അതായത് ജോർജ് കുട്ടിയുടെ ആണെങ്കിലും മറ്റ് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സിന്റെ ആണെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതിലാണ് ഫോക്കസ് എന്നാണ് എനിക്ക് കൂടുതൽ പേഴ്സണലി തോന്നിയത്. സോ ഇൻ മൈ ഒപ്പീനിയൻ പടം കൊള്ളാം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാം. പക്ഷെ നിങ്ങൾ പീക്ക് എക്സൈറ്റ്മെന്റിൽ പോകേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ, ഈവൻ ദോ ഇറ്റ്സ് എ ഗുഡ് മൂവി.